ബ്രൗൺ കളർ അല്ല, ചെറുതായിട്ടൊരു കളർ വ്യത്യാസമുള്ള വൈറ്റിന് വ്യത്യാസം. ഇത് എടുത്ത് ബ്രൗൺ മീഡിയ. ഇത് 10 ഗ്രാമാണ് എടുക്കുന്നത്. ട്രൈക്കോഡർമയ്ക്ക് നമ്മൾ 30 ഗ്രാം എടുത്തു. ഇതിലേക്ക് സ്യൂഡോമോണസിന് 10 ഗ്രാമാണ് എടുക്കുന്നത് കേട്ടോ, മാറിപ്പോകരുത്. ഇത് 10 ഗ്രാം എടുക്കുക. അത് ഇതുപോലെ തന്നെ 4 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം. ബ്രൗൺ കളർ ഇതെന്താണെന്നറിയോ, സ്യൂഡോമോണസിന് ഈ സൊല്യൂഷൻ എത്ര ഇളക്കിയാലും കട്ടിയാവില്ല. ഇത് ഇതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് കുറുക്കി വരില്ല കേട്ടോ. അപ്പൊ നമ്മൾ തിളക്കുന്ന വരെ ഇളക്കുക. മറ്റേത് പെട്ടെന്ന് കുറുകും, അത് ഇത് കുറുകില്ല. വെട്ടി തിളക്കണം നിർത്താം. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അടി പിടിക്കാതെ. തിളച്ചാൽ ഓഫാക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഓഫാക്കിയിട്ട് ഇത് അതുപോലെ തന്നെ തണുക്കാൻ വെക്കാം. തണുക്കാനായിട്ടത് നന്നായിട്ട് തണുത്തിട്ടില്ല. ഇത് കുറുകില്ല. ചൂട് നന്നായിട്ട് തിളപ്പിക്കണം. ഇത് എത്ര ഇളക്കിയാലും കുറുകില്ല. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് 10 മിനിറ്റ്. അത് ഇത് ഇതിന്റെ മദർ കൾച്ചർ സ്യൂഡോമോണസിൻ്റെത് ഈ ബോട്ടിൽ നമ്മളിതിൽ നന്നായി തണുത്ത ശേഷം ഒഴിക്കല്ലേ. ഇത് തണുത്തിട്ടില്ലല്ലോ, നേരം പറയാൻ. ഇത് നമ്മൾ കൈകളിലും തൊടാതെ ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതുപോലെ കവറിൽ ഇറക്കി വയ്ക്കുക. അത്രേ ഉള്ളൂ. അത് ഇതുപോലെ തന്നെ 3 ദിവസം വയ്ക്കുക. 3-ാം ദിവസം ഇതിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പച്ച കളറിൽ കാണുന്നില്ലേ, ഇതിന് മുകളിൽ നമ്മൾ പാൽച്ചായൻ്റെ മുകളിൽ ഒരു പാടുണ്ടാവുമല്ലോ, അതുപോലെയാണ് ഇതിന് ഗ്രോത്ത് കാണുക. ഇതിൽ പച്ച കളർ കാണില്ല, ട്രൈക്കോഡർമയിൽ പച്ച കളർ കാണുള്ളൂ. ഇതിന് മുകളിൽ കൂടെ ഒരു പാട വരും, അതാണ് ഇതിന് ഗ്രോത്ത് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? അത് ഇതുപോലെ തന്നെ 3 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് 3 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത്ര ഉള്ളൂ. 2 മനസ്സിലായോ? മനസ്സിലായി. അതെ, 4 ദിവസം 4 ലിറ്റർ വെള്ളം 4 ദിവസം. ഇതിലേക്ക് എയർ കിടന്ന പ്രശ്നമല്ല, എയർ കിടക്കാൻ പാടില്ല. അപ്പോൾ ആ ശരിക്ക് കെട്ടി വെക്കണം അല്ലേ.